ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് എളുപ്പത്തിന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറി ഞാൻ കാണിച്ചു തരാം. ഇത് ചീരയാണ്, പച്ചച്ചീര. അപ്പം ഞാനിവിടെ ഒരു പാനിനകത്ത് ഒരു 1.5 സ്പൂണ് ചെറിയ സ്പൂണിന് ചെറുത് മീഡിയം സൈസിലുള്ള ചെറിയ സ്പൂണിന് എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് ഞാൻ ജീരകവും പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് പെട്ടെന്ന് വേണ്ടിയത് കൊണ്ട്. ഇത് ഒരു ഉരുളക്കിഴങ്ങാണ്. അതിനു മുന്നേ ഞാൻ ഈ 5 വെളുത്തുള്ളി വലുതാണ്, ഇത് മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ജീരകം പൊട്ടിയതാണ് ഇതിനകത്ത് കേട്ടോ. അപ്പം ഞാൻ ഇതിനകത്തോട്ട് ഇട്ടു. അത് ചെറുതായിട്ടൊന്ന് ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്കിതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഉരുളൻകിഴങ്ങും കൂടെ ഇടുകയാണ് കേട്ടോ. ഉരുളൻകിഴങ്ങും ക്യാരറ്റും കൂടെ നമുക്കിടാം, കാരണം കുറച്ച് വേവുള്ള സാധനങ്ങളാണല്ലോ. അപ്പം നമ്മൾ ഇതെല്ലാം കൂടെ ഒന്നിച്ചങ്ങ് വഴറ്റാം. നമുക്ക് ഇതിങ്ങനെ വഴറ്റി കൊടുത്തിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ഇത് ഒരു വലിയ സവോളയാണ്. സവോള ഇങ്ങനെ ചെറുതായിട്ട് മുറിച്ച് വെച്ചിരുന്നു, ഒത്തിരി ചെറുതുമല്ല, ഇങ്ങനെ മുറിച്ച് വെച്ചിരുന്നു. അപ്പം ഞാൻ ഇതെല്ലാം കൂടെ കൂട്ടി ഒന്ന് വഴറ്റി വെച്ചിട്ട് ഒന്ന് ചൂടായി കഴിയുമ്പോൾ, സവോള ഇട്ടതാണല്ലോ, അപ്പം അതുകൊണ്ട് നമ്മൾ ഉടനെ തന്നെ ഉപ്പും കൂടെ കൊടുത്തേക്കാം. ഉപ്പ് ആവശ്യാനുസരണം ഇടണം. ഞാനിവിടെ 1 സ്പൂൺ ഇടുന്നില്ല, ഞാൻ ഒരു അര സ്പൂണ് ഇത് കണ്ടോ, ഇത്രേ ഇടുന്നുള്ളൂ. വേണമെങ്കിൽ ഇടാമല്ലോ നമുക്ക്. അപ്പോൾ ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ ഉപ്പ്. അപ്പം ഇത് ഞാനൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സൈഡ് ഡിഷ് എന്നും പറയാം. നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാം, ചോറിൻ്റെ കൂടെയും മോരുകറിയൊക്കെ മാത്രമേ ഉള്ളെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന. ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കേട്ടോ. മഞ്ഞൾപ്പൊടി ഒരു അര സ്പൂണ് കുറവാണ്. ആദ്യം ഞാനൊരു ശകലം ഇട്ടുള്ളൂ, അപ്പം ഞാൻ ഒന്നുകൂടെ ഒരു ശകലം കൂടെ ഇട്ടതാണ്. എന്നാലും എല്ലാം കൂടെ കൂടി ഒരു അര സ്പൂണാണ് കേട്ടോ. അപ്പം ഇത് ഞാനൊന്ന് ഇളക്കിയിട്ട് ഇനി പച്ചമുളകും ഉണ്ട്, ഒരു 3-4 പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്, അത് മുറിച്ച് കഴിഞ്ഞാത്തോട്ടിടും. ഇത് നമുക്കൊന്ന് അടച്ചു വെക്കാം, വേഗട്ടെ. ചീര ഇവിടെ ഞാൻ കട്ട് ചെയ്യുകയാണ്. ഇതിങ്ങനെ മുറിച്ചിട്ട് രണ്ടിങ്ങനെ ഇത്രയും വലുപ്പത്തിൽ ഇതിങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ എടുക്കണം. ഇതിന്റെ തണ്ട് കളഞ്ഞതാണ് കേട്ടോ. ഞാനിത് ഇളക്കി കൊടുക്കുക, അടപ്പ് തുറന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇളക്കിയ കൂട്ടത്തിൽ ഞാൻ പച്ചമുളകും ചീരയും കൂടെ ഇതിനകത്തോട്ട് ഇടുകയാണ് കേട്ടോ. പച്ചമുളക് ഇട്ടു. പച്ചമുളക് ഇച്ചിരി മുഴുപ്പിലാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. ഇത് കണ്ടോ, ഇച്ചിരി മുഴുപ്പിലാണ് അരിഞ്ഞിരിക്കുന്നത്. ഇത് കണ്ടോ, പച്ചമുളക് ഇച്ചിരി മുഴുപ്പിലാണ് അരിഞ്ഞിരിക്കുന്നത്. പിന്നെ ജീരകം ഞാൻ ഇട്ടെന്ന് പറഞ്ഞു. ഞാൻ ചീര ഇട്ട കൂട്ടത്തിൽ, ഞാൻ ഇളക്കി കൊടുത്ത കൂട്ടത്തിൽ ചീരയും കൂടി ഇട്ട് കേട്ടോ. അപ്പം ഞാൻ എൻ്റെ മൊബൈൽ ഞാൻ നിന്ന് പോയായിരുന്നേ, അതുകൊണ്ടാണ് കാണിക്കാഞ്ഞത്. ഇത് ഞാൻ പിന്നെ ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. നമ്മുടെ ഉരുളൻകിഴങ്ങ് വളരെ ചെറുതായിട്ട് മുറിച്ച കാരണം കൊണ്ട് നമുക്കിത് പെട്ടെന്ന് വെന്ത് കിട്ടും. ഇത് ഇങ്ങനെ തന്നെ ഒന്നും ഇടണ്ട. ഇതിനകത്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇടത്തുള്ളൂ, പിന്നെ പച്ചമുളക് മുറിച്ചിടും. ഇത്രേ ഉള്ളൂ ഇതിൻ്റെ. പിന്നെ തക്കാളിക്ക് ഇടത്തില്ല, മുളക് പൊടി വേണമെങ്കിൽ ഇട്ടാൽ മതി, ഇത്രേ ഉള്ളൂ. ഇത് നമ്മളുടെ ഉരുളൻകിഴങ്ങ് വെന്ത ഉടനെ നമുക്കതങ്ങ് നിർത്താമേ. വേവാറായിട്ടുണ്ട്. ചെറുതായിട്ട് മുറിച്ച കാരണം കൊണ്ട് ഉരുളൻകിഴങ്ങ് പെട്ടെന്ന് വേകും. അപ്പം ഉരുളൻകിഴങ്ങ് വിടണോ വേണ്ട എന്ന് നോക്കിയാൽ മതി, ഇത് മുറിയുന്നുണ്ട്. അപ്പം ഒന്നുകൂടി ഒന്ന് അടച്ചു വയ്ക്കാം നമുക്കിത്. പിന്നെ പറയാനുള്ളത്, ജീരകം ഇട്ട സ്ഥാനത്ത് കടുക് വേണമെങ്കിൽ ഇടാമേ. കറി ഇവിടെ നമ്മുടെ റെഡി ആയിട്ടുണ്ട്. 2-3 വട്ടം ഇളക്കുമ്പോഴത്തേന് ഈ ഉരുളൻകിഴങ്ങ് കൂടെ ഉള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഇത്രയും പോലും സമയം ആവത്തില്ല. നല്ല ടേസ്റ്റാണ് കേട്ടോ. സിമ്പിളായ കറിയാണ്. പിന്നെ ഇങ്ങനത്തെ കറിയൊക്കെ വെച്ച് കഴിക്കാൻ ഇഷ്ടമുള്ളവർ കണ്ടിട്ട് വെച്ച് കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റും ചെയ്യണം കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ. ചീര മെഴുക്ക് വരട്ടി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഡിഷാണ്. രാവിലെ കുട്ടികൾക്ക് വേണമെങ്കിലും, ലഞ്ച് പാക്ക് ചെയ്ത് കൊണ്ടുപോകണമെങ്കിലും, വീട്ടിലേക്ക് പെട്ടെന്ന് വേണമെങ്കിലും, പിന്നെ കുട്ടികൾക്കും പ്രായമായവർക്കും കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണ്. എന്താന്ന് വെച്ചാൽ ഇതിനകത്ത് എരിവും ഒന്നും അധികമൊന്നുമില്ല. പിന്നെ പച്ചമുളക് ചെറുതായിട്ട് മുറിക്കേണ്ട, നീളത്തിൽ മുറിച്ചിട്ടാൽ മതി. എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റും. നല്ലൊരു ഡിഷാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്
പിന്നെ കമന്റ് ചെയ്യാൻ മറക്കരുത്.